ദൈവം മോശയെ തെരഞ്ഞെടുത്തു, മോശയ്ക്ക് പ്രചോദനം കൊടുത്തു. തുടർന്ന് നമ്മൾ കാണുകയാണ് ജോഷ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. ജെറീക്കോ നഗരത്തിന്റെ കൊത്തളങ്ങൾക്ക് മുൻപിൽ ജോഷ പകച്ചു നിൽക്കുകയാണ്. കാരണം 30 അടി പൊക്കത്തിലാണ് മതില്. 30 അടി പൊക്കമുള്ള മതിലെന്ന് ആലോചിച്ച് നോക്കിയേ. ഏകദേശം 6 അടി വീതിയിലാണ്. അതായത് ഒരു കാറ് സുഖമായിട്ട് പോകാവുന്ന അത്രയും വീതിയില് ഉള്ള മതില്, 30 അടി പൊക്കത്തിൽ നിൽക്കുന്ന ഈ മതില് കടന്നിട്ട് വേണം ജെറീക്കോ നഗരത്തിൽ കാലുകുത്താൻ. ജോഷ പകച്ചു നിൽക്കുമ്പോ കർത്താവ് പറയുന്നു, നീ ഇതിന്റെ ചുറ്റും നടന്നാ മതി. പാട്ടും പാടി ഈശോയേന്ന് വിളിച്ച് ഹല്ലേലൂയ പറഞ്ഞ് ചുറ്റും നടന്നാ മതി. പ്രചോദനം കൊടുക്കുകയാണ്. അങ്ങനെ 6 ദിവസം ഓരോ പ്രാവശ്യവും, 7-ാം ദിവസം 7 പ്രാവശ്യവും, അങ്ങനെ 13 പ്രാവശ്യം ഈ 30 അടി പൊക്കമുള്ള മതിലിന് ചുറ്റും ജോഷയുടെ നേതൃത്വത്തിൽ ജനം ചുറ്റും നടന്നപ്പോ ആ ജെറീക്കോയുടെ മതിലുകൾ തകർന്നു വീണത് ചരിത്രമാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അങ്ങനെ ദൈവം ജോഷുവയ്ക്ക് പ്രചോദനം കൊടുത്തു. ദാവീദിന്, ആട്ടിടയനായിരുന്ന ദാവീദിന് ഗോലിയാത്തിനെ നേരിടാൻ ഡു എ ഗ്രേറ്റ് വർക്ക്, വലിയൊരു കാര്യം. രാജാവ് വിചാരിച്ചിട്ട് നടക്കാത്തത്, സൈന്യം വിചാരിച്ചിട്ട് നടക്കാത്തത്, ആട്ടിടയനായ ബാലനായ ദാവീദിനെ കൊണ്ട് ദൈവം പ്രചോദനം കൊടുത്ത് പറയുകയാണ്, നീ എന്റെ നാമത്തിൽ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എസ്തറിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എസ്തർ എന്ന് പറയുന്നത് ഒരു അനാഥ കുട്ടിയായിരുന്നു. അവളുടെ അപ്പനും അമ്മയൊക്കെ മരിച്ചു. യഹൂദ കുട്ടിയാണ്, പെൺകുട്ടി. അവൾ വളരുന്നത് അവളുടെ പേരപ്പന്റെ കൂടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവളെ ദൈവം രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് എടുക്കുകയും അവളെ റാണിയാക്കി മാറ്റുകയും, യഹൂദ ജനത ഒരു കാലഘട്ടത്തിൽ വംശഹത്യ നേരിടുമെന്ന ഒരു സാഹചര്യത്തിൽ ആ ജനതയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ, രാജാവിന്റെ മുൻപിലേക്ക് പോകാൻ, രാജാവിനോട് കാര്യങ്ങൾ പറഞ്ഞ് തന്റെ ജനത്തിന് വരുമായിരുന്ന വലിയ നാശത്തിൽ നിന്ന് ജനത്തെ മോചിപ്പിക്കാൻ ഈ എസ്തർ എന്ന് പറയുന്ന അനാഥ കുട്ടിക്ക് കർത്താവ് പ്രേരണ കൊടുത്തു. അവളെ ഒരു രാജ്യത്തിന്റെ, ഒരു വംശത്തിന്റെ, തന്റെ യഹൂദ വംശത്തിന്റെ രക്ഷകയാക്കി ദൈവം മാറ്റി. ഗോഡ് ഇൻസ്പയേഴ്സ് യു ഫോർ ഗ്രേറ്റ് ആക്ഷൻ. ദൈവം നിന്നെ വലിയ പ്രവർത്തികൾക്ക് വേണ്ടി പ്രചോദനം നൽകുന്നു.